അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ നജ്മ് 31 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. അപ്പോൾ ഈ ആയത്തുകളുടെ, ഈ സൂറത്തിൽ ഇതുവരെയുള്ള ആയത്തുകളുടെ ഒരു വിഷയം പ്രധാനമായിട്ടും മനുഷ്യൻ്റെ വിശ്വാസ കാര്യത്തിൽ തന്നെയുള്ള 2 തെറ്റായ നിലപാടുകളെ ഈ സൂറത്ത് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ആദ്യം വഹി വെച്ചുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. വഹി എന്ന് പറയുന്നത് അള്ളാഹുവുമായിട്ടുള്ള, കാണാത്തൊരു ശക്തിയുമായിട്ടുള്ള ശരിയായിട്ടുള്ള വിശ്വാസത്തെ കാണിക്കാൻ വഹീനെ പരിചയപ്പെടുത്തി. പിന്നെ വിഗ്രഹാരാധനയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു. വിഗ്രഹാരാധന തെറ്റായിട്ടുള്ള, എന്ന് വെച്ചാൽ വിശ്വാസമുണ്ട് പക്ഷെ അതിൻ്റെ തെറ്റായ വശത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് വിഗ്രഹാരാധനയെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഉലൂഹിയത്തും റുബൂബിയത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്ന് സമ്മതിക്കുമ്പോഴും ദൈവമുണ്ട് എന്ന് സമ്മതിക്കുമ്പോഴും ആ ദൈവമാണ് ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന നിയമം തരേണ്ടത് എന്നത് വിശ്വസിക്കാത്തതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഇലാഹ് എന്ന് നമ്മൾ സമ്മതിക്കലാണ്, അള്ളയാണ് എല്ലാം സൃഷ്ടിച്ചത്. റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ ആ ഇലാഹ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നിയമവും തരേണ്ടത് എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതിനൊന്നിച്ച് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അള്ളാഹുവിൻ്റെതാണ് ഈ ലോകം മൊത്തം, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് അവനാണ്. അതെന്തിനാണ് എന്നും കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ലി എജ്സിയ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഈ ജീവിതത്തിൽ പ്രവർത്തനത്തിനനുസരിച്ചിട്ടുള്ള ഫലം നൽകാനാണ്. എന്ന് വെച്ചാൽ ഈ ജീവിതത്തിൻ്റെ ആകെക്കൂടെയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനവും ആ പ്രവർത്തനം വിജയിച്ചിട്ടുണ്ടോ അല്ല പരാജയത്തിലാണോ എന്ന അള്ളാഹിൻ്റെ വിലയിരുത്തലാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഒരായത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുക. അതിൽ ആ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. 32-ാമത്തെ ആയത്ത് നിങ്ങൾ നോക്കിയാൽ സൂറ നജ്മ്, അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലൽ ലമം. അല്ലദീന, അപ്പോൾ കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു പറഞ്ഞിരുന്നു തിന്മ പ്രവർത്തിച്ചവർക്ക് എന്തുണ്ട്, അതനുസരിച്ചിട്ടുള്ള ഫലമുണ്ട്, നന്മ പ്രവർത്തിച്ചവർക്ക് അതനുസരിച്ചിട്ടുള്ള ഫലമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ആരാണ് നന്മ പ്രവർത്തിച്ചവർ എന്നതിനെ വിശദീകരിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലദീന, അവർ എന്ന് പറയുന്നത് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ നന്മ പ്രവർത്തിച്ചവരാണ്. ആരാണവർ? അല്ലദീന യജ്തനിബൂന. യജ്തനിബൂന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുനുബ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഒരു വശത്തേക്ക് മാറ്റി വെക്കുന്നതിനെയാണ് ജുനുബ് എന്ന് പറയാം. അകറ്റി നിർത്തുക എന്ന അർത്ഥത്തിലേക്ക് ജുനുബ് ഉപയോഗിക്കും. ഇവിടെ ഇജ്തിനാബ് എന്ന് പറഞ്ഞാൽ അല്ലദീന യജ്തനിബൂന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ചെയ്യാതിരിക്കലല്ല, അതിനെ ഒഴിവാക്കുക എന്നുമല്ല, ആ സാധനമുള്ള ഏരിയയിൽ നിന്ന് തന്നെ മാറിയിക്കുക എന്നതാണ്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ ആ വിഷയത്തിൽ നിന്നും മാറി നിൽക്കുന്ന നിലപാടിനെ കുറിച്ചാണ് യജ്തനിബൂന എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു പറയുന്നത് ആരാണ് ഈ ജീവിതത്തിൽ വിജയിച്ചവർ? അല്ലദീന യജ്തനിബൂന, അവരെന്ത് ചെയ്യും? ഒഴിവാക്കും. എന്താ ഒഴിവാക്കുക? കബായിറൽ ഇസ്മ്. കബായിറൽ ഇസ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിൽ ധാരാളം തെറ്റിന് ധാരാളം പദങ്ങളുണ്ട്. ദമ്പുണ്ട്, സയ്യാത്തുണ്ട്, അങ്ങനെ ധാരാളം പദങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ അർത്ഥമാണ്. ഇസ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണൊട്ടകം എന്ന് വെച്ചാൽ ക്ഷീണിച്ച് പോയിട്ട് വളരെ പതുക്കെ നടക്കുന്ന പെണ്ണൊട്ടകത്തിന് ആസിമ എന്ന് പറയും, ആസിമ എന്ന് പറയും. എന്ന് വെച്ചാൽ മനുഷ്യനെ പൊതുവിൽ ക്ഷീണിതനാക്കുന്ന, ദുർബലനാക്കുന്ന എല്ലാതരം പ്രവർത്തനങ്ങളും എന്താണ്? ഇസ്മാണ്. എന്ന് വെച്ചാൽ അള്ളാഹ് പറയുന്നത് ഒരാൾ തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ മതപരമായ അർത്ഥത്തിൽ നമുക്ക് ഹറാം ഹലാലുള്ളതുകൊണ്ട് ഹറാമായത് തെറ്റ് എന്ന് പറയുന്നത്. അള്ളാഹ് പറയുന്നത് തെറ്റെന്താണ്? തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് അവൻ്റെ ഉള്ളും മൊത്തത്തിൽ എന്ത് ചെയ്യാണ്? അവൻ വീക്കാകുകയാണ്. അങ്ങനെ ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണെന്ത്? ഇസ്മ് എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു പറയുന്നത് അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മ്. കബായിർ എന്ന് പറഞ്ഞാൽ വലിയ തിന്മകൾ അവരെന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു എന്നല്ല പറയുന്നത്. വലിയ തിന്മകളില്ലാത്ത ഇടങ്ങളിൽ ജീവിക്കുന്ന ശീലമുള്ളവരാണ് യജ്തനിബൂന എന്ന് പറയുന്നത്. അതുപോലെ ഒഴിവാക്കേണ്ടത് അൽ ഫവാഹിഷ്. ഫവാഹിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫഹ്ഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മാന്യതയില്ലാത്തത്, ഡീസൻസി ഇല്ല, ഇൻഡീസൻസി നമ്മൾ പറയുന്ന സാധനങ്ങളൊക്കെ ഫാഹിഷത്താണ്. ലജ്ജയില്ലാത്തത് ഒക്കെ എന്താണ്, അശ്ലീലമായതൊക്കെ ഫാഹിഷത്താണ്. അപ്പം നന്മ ചെയ്തവർ സ്വർഗത്തിൽ പോകുന്നവരുടെ 2 കാര്യങ്ങൾ അവർ ഒഴിവാക്കും. അതിലൊന്നെന്താണ്, കബായിറൽ ഇസ്മാണ്, വലിയ തിന്മകളാണ്. 2 എന്താണ്, ഫാഹിഷത്താണ്, എന്നുവെച്ചാൽ അശ്ലീലം. എന്തുകൊണ്ടാണ് 1 പറഞ്ഞു നിർത്താതെ? 1 പറഞ്ഞാൽ തന്നെ ഇതൊക്കെ കൺസിഡർ ചെയ്യേണ്ടത്. 2 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ കബായിറൽ ഇസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിക്കാൻ വേണ്ടി പറയും. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലുപ്പം, വലിയ തിന്മ. ഫാഹിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റിൻ്റെ മ്ലേച്ഛത കുറിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ അത് പൊതുവിൽ എന്താണ്, അശ്ലീലമായ സാധനം എന്ന് കുറിക്കാനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റ് വലുതല്ലെങ്കിൽ പോലും അത് ഇസ്ലാമികമായിട്ട് അശ്ലീലമാണ് അല്ലെങ്കിൽ മാന്യത ഇല്ലാത്തതാണെങ്കിൽ അതെന്താണ്, അത് വലിയൊരു പ്രശ്നമാണ്. ഇനി ഒരു സാധനം സൊസൈറ്റി ഇത് വലിയ എന്ന് വെച്ചാൽ വലിയ പോയിന്റഡ് ആയിട്ടുള്ള സാധനമാണ്. കാലഘട്ടം മാറുന്നതിനെ മാന്യതൻ്റെ അതിരുകൾ എന്ത് ചെയ്യും, മാറും. അപ്പോൾ സൊസൈറ്റി എന്ത് ചെയ്യാണ്, അതിനെ മാന്യമാണ് എന്ന് കരുതിയാലും ഇസ്ലാമികമായിട്ട് അതൊരു വലിയ തെറ്റാണെങ്കിൽ അതെന്താവും, കബായിറൽ ഇസ്മാവും. എന്ന് വെച്ചാൽ കബായിറൽ ഇസ്മ വൽ ഫവായിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിന്മയുടെ തെറ്റിൻ്റെ വലുപ്പത്തെയും അത് കവർ ചെയ്യുന്നുണ്ട്, എന്തും കൂടി കവർ ചെയ്യുന്നുണ്ട്, അത് ഇസ്ലാമികമായിട്ട് എത്രത്തോളം ഡീസൻസിയുമായിട്ട് മാന്യതയുമായി ബന്ധപ്പെട്ടത് ആണ് എന്ന് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പൊതുവിൽ പിന്നെ മതം ഇല്ലാത്തൊരു മതേതര സമൂഹം എന്ന് വെച്ചാൽ പൊതുവിൽ സൊസൈറ്റികൾ തിന്മയായിട്ട് കരുതുന്നത് കബായിറൽ ഇസ്മാണ്. പൊതുവിൽ മതങ്ങളും മറ്റുള്ളവരും തിന്മയായിട്ട് കരുതുന്നത്, ഇപ്പോൾ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് എന്താണ്, കബായിറൽ ഇസ്മാണ്. അത് സൊസൈറ്റി എന്ത് ചെയ്യും, അംഗീകരിക്കും. പക്ഷെ ഫാഹിഷത്ത് എന്നുള്ളത് അതെന്ത് ചെയ്യും, വളരെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ ഇസ്ലാം പറയുന്നത്, ഇസ്ലാം ഈ ക്ലോസും കൂടി വെക്കുന്നതോടുകൂടി ഇസ്ലാമിന് ഫാഹിഷത്ത് എന്ന് പറഞ്ഞ ഒരു സംഭവം എന്തും കൂടിയാണ്, തിന്മയും കൂടിയാണ് എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അള്ളാഹു പറയുന്നത് നന്മയിൽ പിന്നെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള 2 ഒഴിവാക്കേണ്ട കാരണങ്ങൾ കബായിറൽ ഇസ്മും ഫവാഹിഷ്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിൽ വരാം. എന്നിട്ട് പടച്ചവൻ ആണ് ഇത് ഇറക്കിയത്, മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടുള്ളതാണ് അടുത്ത പ്രയോഗം, ഇല്ലല്ലമം. ഇല്ലല്ലമം, ലമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പിന്നെ ഒരു സാധനത്തിനെ ലഘുവായിട്ട് ടച്ച് ചെയ്യുക, മെല്ലെ ടച്ച് ചെയ്യുന്നതിനെയാണ് ലമ്മ് എന്ന് പറയുക. പിന്നെ സ്ഥിരമായി നിൽക്കാതെ അടുത്ത് ജസ്റ്റ് വന്നിട്ട് പോകുന്നതിനാണ് എന്ത് പറയുക, ലമം എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കബായിറൽ ഇസ്മും ഫാഹിഷത്തും ഒഴിവാക്കാനുള്ള പരിശ്രമം നടത്തണം, അത് അള്ളാഹ് പറയാണ്. പക്ഷെ ഇത് നടത്തുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മനുഷ്യരാണല്ലോ, മനുഷ്യരായിട്ട് എപ്പോഴെങ്കിലും വന്നു പോകുന്ന വീഴ്ചകൾ എന്താണ്, നമുക്കുണ്ടാകും എന്ന് പറയുന്നു എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഖുർആൻ്റെ ഏറ്റവും വലിയ, മനുഷ്യനെ മനുഷ്യനായിട്ട് സമീപിക്കുന്നു എന്നുള്ളതാണ്. ശരിക്ക് ഈ ആയത്തിൽ ലമം പറയാതെ തന്നെ ഒരു മതഗ്രന്ഥമായിട്ട് വളരെ വരണ്ട രീതിയിൽ അള്ളാഹ്ക്ക് എന്ത് പറയായിരുന്നു, നിങ്ങൾ ഒരു തിന്മയും ചെയ്യരുത് എന്ന് പറയായിരുന്നു. അള്ളാഹ് പറയുന്നത് എന്താണ്, നിങ്ങൾ വലിയ തിന്മകൾ ഒഴിവാക്കണം, മ്ലേച്ഛതകൾ ഒഴിവാക്കണം, അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വന്നു പോകുന്ന വീഴ്ചകൾ, ആ വീഴ്ചകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് തൊട്ടു പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വെച്ചാൽ സ്ഥിരമായിട്ട് നിന്ന് പോകുന്നതല്ല, ജസ്റ്റ് തൊട്ടു പോകുന്ന എപ്പോഴെങ്കിലും വന്നു പോകുന്ന വീഴ്ചകൾ ഒഴികെ ചെയ്യുന്നവർ എവിടെയായിരിക്കും, സ്വർഗത്തിലാണ് എന്നുള്ള പറയുന്നതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് ആയത്ത് കണ്ടിന്യൂ ചെയ്യാണ്, ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ. അപ്പോൾ പിന്നെ ഇനി ഇതിങ്ങനെ വളർന്ന് പടച്ചവൻ നമുക്ക് ഇഷ്ടമാകുന്ന ഒരു തലത്തിലേക്ക് പോവാണ്. ഇല്ലല്ലമം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മളൊക്കെ അറിയുന്ന ഒരു പടച്ചവൻ തന്നെയാണ് ഇത് എന്ന് മനസ്സിലായിട്ട് നമ്മളിങ്ങനെ കേട്ടിരിക്കുമ്പം അള്ളാഹ് പറയാണ് ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ. അള്ളാഹ് ആരാണ്, ഇസ്തിഗ്ഫാർ പുറത്തു തരുന്നവനാണ് എന്നല്ല, വാസിയ എന്ന് പറഞ്ഞാൽ വിശാലമായിട്ട് അള്ളാഹ് എന്ത് ചെയ്യും, പുറത്തു തരും. ഈ ഇസ്തിഗ്ഫാർ മഗ്ഫിറത്ത് എന്നുള്ള പദം നമ്മൾ പിന്നെ എന്താണ് ആ പദത്തിൻ്റെ അർത്ഥം? മിഗ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റിന് പറയുന്ന പേരാണ് മിഗ്ഫർ. ഗഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് മറച്ചു വെക്കലാണ്, ഒരു സാധനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മറച്ചു വെക്കലാണ് ഗഫറ. അപ്പം ശരിക്കും അള്ളാഹ് ചെയ്യുന്നത് ഗഫൂവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഫൂവ് എന്ന് പറഞ്ഞാലും പുറത്തു കൊടുക്കലാണ്. അഫൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിനെ മൊത്തത്തിൽ ഇല്ലാതാക്കിയിട്ട് മായ്ച്ചു കളയുന്നതിനാണ് അഫൂവ് എന്ന് പറയുക. പക്ഷെ ഗഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന് തിന്മൻ്റെ ശിക്ഷ ഇല്ലാണ്ടാവും, പണിഷ്മെൻ്റ് ഇല്ലാണ്ടാവും, പക്ഷേ അതിൻ്റെ മെമ്മറി എന്ത് ചെയ്യും, അള്ളാഹു നിലനിർത്തും. എന്ന് വെച്ചാൽ ഒരു വൂണ്ടിനെ ഹീൽ ചെയ്യും, പക്ഷെ സ്കാർ എന്ത് ചെയ്യും, അവിടെ നിൽക്കും.
ഒരു മുറിവിനെ അള്ളാഹു ഉണക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പാടെന്ത് ചെയ്യും നമ്മുടെ മനസ്സിൽ. ഇത് വല്ലാത്ത സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രയോഗമാണിത്. ഖുറാനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അഫൂവ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സ്ഥലത്തേ ഉപയോഗിച്ചിട്ടുള്ളൂ. അഫൂവ് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു തെറ്റിനെ പൂർണ്ണമായി അള്ളാഹ് മായ്ച്ചു കളയേണ്ട സന്ദർഭം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മനുഷ്യൻ മറക്കേണ്ടുന്ന തെറ്റുകളാകുമ്പോഴാണ് അത്തരം പ്രയോഗങ്ങളുള്ളത്. ഗഫറയാണ് നിരന്തരം ഖുർആൻ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ഗഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിനെ ശിക്ഷയില്ലാതായാലും അതിൻ്റെ ഓർമ്മ നിലനിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മളതിലേക്ക് തിരിച്ചു പോകാതെ ഇരിക്കുക. എന്ന് മാത്രമല്ല, നമ്മൾ വികസിക്കുക എന്ന് പറയുന്നത് തെറ്റ് ഏതാണെന്ന് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് ശരി ഏതാണ് എന്ന് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ ഓർമ്മ നമ്മുടെ ഉള്ളിൽ അള്ളാഹ് പൊറുക്കപ്പെട്ടൊരു തെറ്റായിരുന്നു ഞാൻ ആ മുന്നേ ചെയ്തത് എന്നത് നിലനിർത്തുക എന്നുള്ളത് എന്താണ് മനുഷ്യൻ്റെ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം പിന്നെ ഗഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറച്ചു വെക്കലാണ്, പക്ഷെ എന്ത് ചെയ്യൂല, അതിൻ്റെ പൂർണ്ണമായിട്ട് മെമ്മറി ഇതാക്കലല്ല, പക്ഷെ ശിക്ഷ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ ഇനി എന്നിട്ട് അള്ളാഹു പറയാണ് ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, അള്ളാഹ് എന്താണ് വിശാലമായി പുറത്തു തരുന്നവനാണ്. ഇനിയുള്ള പ്രയോഗമൊക്കെ പിന്നെ ഭയങ്കരമായിട്ടുള്ള പ്രയോഗമാണ്, നമ്മൾ തകർന്നു പോകുന്ന പ്രയോഗങ്ങളാണ്. ഹുവ അഅ്ലമു, അവൻ അറിയാം, ബിക്കും നിങ്ങളെ, ഇത് അൻഷഅക്കും മിനൽ അർള്. നഷഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിപ്പ് എന്നാണ് ശരിക്ക് അതിൻ്റെ അർത്ഥം. ഹലക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി സൃഷ്ടിപ്പിന് പറയുന്ന വർത്തമാനമാണ്. അൻഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിനെ ബിൽഡ് ചെയ്യുന്നതിനെയാണ് അൻഷ എന്ന് പറയുക. ഒരു സാധനത്തിനെ മെല്ലെ മെല്ലെ വളർത്തി കൊണ്ടുവരുന്നതാണ് അൻഷ എന്ന് പറയുക. അള്ളാഹ് ഇവിടെ പറയുന്നത് ഹുവ അഅ്ലമു ബിക്കും, അവനറിയാം, തീർച്ചയായും അറിയാം. എന്തൊക്കെ അറിയാം? ഭൂമിയിൽ നിങ്ങളെ ഇങ്ങനെ വളർത്തി വളർത്തി നിങ്ങളെ കൊണ്ടുവരുന്നത് മുതൽ പോലുന്ന ഓരോ സ്റ്റേജും ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. എന്ന് മാത്രമല്ല ഇത് അൻതും അജിന്നത്തും ഫി ബുത്തൂനി ഉമ്മഹാത്തിക്കും. ജിന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ജിന്ന് എന്ന് പറഞ്ഞാൽ അദൃശ്യമായത് എന്നാണ് അർത്ഥം. ജിന്ന് എന്ന് പറഞ്ഞാൽ അദൃശ്യമായത്. ജിന്ന് നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ അദൃശ്യമായ സൃഷ്ടികളായത് കൊണ്ടാണ് നമ്മളോട് അത് ജിന്നാണ് എന്ന് പറയുന്നത്. അതിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയില്ല, അവരോട് പോയിട്ട് ചോദിക്കേണ്ടി വരും. നമ്മളെ പേഴ്സ്പെക്റ്റീവിൽ അദൃശ്യമായ ഒരു സൃഷ്ടി ആയതുകൊണ്ടാണ് അതിനെ ജിന്ന് എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹ് ഇവിടെ പറയുന്നത് അൻതും അജിന്നത്തും ഫി ബുത്തൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ നിങ്ങൾ അദൃശ്യമായിരിക്കുമ്പോഴും പുറത്ത് വന്നിട്ട് നിങ്ങൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ഒരാളായിട്ട് വളരുമ്പോഴൊക്കെ നിങ്ങൾ ആർക്കറിയാം? അള്ളാഹ്ക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അതുകൊണ്ട് ഫലാ തുസക്കു അൻഫുസക്കും, ഫലാ തുസക്കു അൻഫുസക്കും. തസ്കിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കരിക്കുക എന്നാണ് അർത്ഥം. സംസ്കരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ തെറ്റിൽ നിന്നും ഒഴിവായി അള്ളാഹ്ക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സാധനം എന്താണ് ഒരു വളർച്ച സംഭവിക്കും, വികാസം സംഭവിക്കും. അതാണ് തസ്കിയത്ത് എന്ന് പറയുന്നത്. അള്ളാഹ് പറയുന്നത് ഫലാ തുസക്കു അൻഫുസക്കും, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഞാൻ ഭയങ്കര നന്നായി എന്ന് പ്രഖ്യാപിക്കരുത്. അങ്ങനെ വലിയ വർത്തമാനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, പറയരുത്. കാരണം എന്താണ്? അള്ളാഹ്ക്ക് നിങ്ങളെ ഉമ്മാൻ്റെ ഗർഭപാത്രം എന്നും അറിയാം, ഇവിടുന്ന് ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും അറിയാം. അള്ളാഹ്ക്ക് അറിയാം ലമമ് വന്നു പോകുന്നവനാണ് നീ എന്ന് അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ വിശുദ്ധനാണ് എന്ന് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, പ്രഖ്യാപിക്കരുത്. ഹുവ അഅ്ലമു ബിമനിത്തഖ, അവൻ അറിയാമെന്ത്, ആർക്കാണ് തഖ്വ ഉള്ളത് എന്നറിയാം എന്നുള്ളതാണ്. അപ്പം ഒരൊറ്റ ആയത്താണ്, പക്ഷേ ഇസ്ലാമിൻ്റെ തിന്മകളെക്കുറിച്ച്, ഇസ്തിഗ്ഫാറിനെ കുറിച്ച്, പടച്ചവൻ്റെ അറിവിനെ കുറിച്ച്, എന്തിനെയൊക്കെയാണ് അള്ളാഹു പരിഗണിക്കുക എന്നതിനെക്കുറിച്ചൊക്കെ ധാരാളം ആശയങ്ങളുള്ള ഒരൊറ്റ ആയത്താണ്. നമുക്ക് ഓരോ വിഷയമായിട്ട് പോകാം. അള്ളാഹു ഈ ആയത്തിൽ പറയുന്നതിൻ്റെ സമ്മറി എന്താണ്? അള്ളാഹ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, സ്വർഗത്തിൽ കടക്കണമെങ്കിൽ വലിയ തിന്മകളിൽ നിന്നും അശ്ലീലതകളിൽ നിന്നും പൂർണ്ണമായിട്ട് വിട്ടുനിൽക്കണം. അതിൻ്റെ ഇടയിൽ വന്നു പോകുന്ന വീഴ്ചകൾ അള്ളാഹ് എന്ത് ചെയ്യും? അള്ളാഹ് കണ്ടില്ല എന്ന് വെക്കും. ഇസ്തിഗ്ഫാറല്ല, കണ്ടില്ല എന്ന് വെക്കും. രണ്ട്, അള്ളാഹിൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു വിശാലമായി പുറത്തു തരുന്നവനാണ്. എന്ന് വെച്ചാൽ നമ്മൾ കണക്കാക്കുന്നതിൻ്റെ അപ്പുറം നമ്മുടെ തെറ്റുകൾ പുറത്തു തരുന്നവനാണ് അള്ളാഹു. മൂന്നാമത് അള്ളാഹ് പറയുന്നത് അള്ളാഹിൻ്റെ അറിവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. ആരോടോ അല്ല ഡീൽ ചെയ്യുന്നത്, എന്തോ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ആരോടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്? നമ്മൾ കാണാത്ത, നമ്മളറിയാത്ത, നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത നമ്മുടെ സ്റ്റേജ് മുതൽ നമ്മൾ ഇന്ന് കാണുന്ന നമ്മളാകുന്ന സ്റ്റേജ് മുതൽ നമ്മൾ മരണം വരെ ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. ആ അള്ളാഹിനോടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്നൊരു മിനിമം ബോധം എന്ത് ചെയ്യണം, നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറയുന്നത് നമ്മൾ ഒരിക്കലും തെറ്റിൻ്റെ കാര്യത്തിൽ നന്നായി എന്ന് പ്രഖ്യാപിക്കരുത്. എന്ന് വെച്ചാൽ സ്വയം വിശുദ്ധരായി എന്ന് പ്രഖ്യാപിക്കരുത്. കാരണം അള്ളാഹ്ക്കറിയാം ആരാണ് തഖ്വ പാലിപ്പിക്കുന്നത് എന്നുള്ളത്. ഈ ആയത്ത് മാത്രം എടുത്താൽ
അത് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറേ പാഠങ്ങൾ പഠിക്കാം. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നമ്മളെ ക്ലാസ്സിൽ പറയുന്ന പോലെ, ഒരായത്ത് ഒരു സൂറത്തിൻ്റെ ഭാഗമാണ്. ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് ഈ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സൂറത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന് അവൻ്റെ ഉള്ളിൽ അവൻ തന്നെ ആലോചിച്ചിട്ട് ദൈവവിശ്വാസത്തെക്കുറിച്ച് കുറേ തെറ്റായ നിഗമനങ്ങളിൽ എത്തുന്നു. അതിൻ്റെ ഭാഗമാണ് എന്ത്, ദൈവപുത്രൻ, മലക്കുകൾ, ഇങ്ങനെ കുറേ സംഭവങ്ങളിലേക്ക് മനുഷ്യൻ എത്തുന്നു. അത് തെറ്റാണ് എന്ന് പറയുന്നതാണ് ഈ സൂറത്തിൻ്റെ ഇത്. അതിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, അതിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് വായിക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത്, പിന്നെ മനുഷ്യനെ ഏറ്റവും നന്നായിട്ട് പരിഗണിച്ചു കഴിഞ്ഞാൽ, അവനെ നന്നായി പരിഗണിച്ചാൽ പിന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവൻ ആത്മീയമായിട്ടൊരു സാധ്യത ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹിനോട് കണക്ട് ചെയ്തിട്ട് അവന് ഇസ്തിഗ്ഫാർ, പൊറുക്കലിന് വേണ്ടിയിട്ട് അള്ളാഹിനോട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. പക്ഷെ അവൻ ഒരിക്കലും ദൈവികമായിട്ട് ദൈവത്തോടടുക്കാനോ ദൈവപുത്രനാകാനോ മലക്കുകൾ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പുത്രിമാരാകാനോ അല്ല പിന്നെ എന്താണ് ആൾ ദൈവങ്ങളാകാനോ കഴിയില്ല. എന്താണ്, അവനെപ്പോഴും ലമമ് വരാൻ സാധ്യത ഉള്ളവനാണ്, അവനെപ്പോഴും വീഴ്ചകൾ വരാൻ സാധ്യതയാണ്. ഈ രണ്ട് ഭാഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ ആയത്ത് നമ്മളോട് പറയുന്നത് എന്ന് കാണാൻ പറ്റും. മനുഷ്യൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് ഏതോ അർത്ഥത്തിൽ വീഴ്ചകൾ വരുന്നവനാണ് എന്നതാണ് ഈ ആയത്ത് തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം. നിങ്ങൾ സൂറ മായിദയിൽ 18-ാമത്തെ ആയത്തിൽ അള്ളാഹു ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കും വന്നു പോയിട്ടുള്ള ഒരു തെറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അള്ളാഹ് പറയുന്നത്, വകാലത്തിൽ യഹൂദു വൻ നസാറ നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഹുഹു. അവർ പറയുമെന്ത്, നമ്മൾ അള്ളാഹിൻ്റെ മക്കളും പ്രിയപ്പെട്ടവരുമാണ്, നമ്മൾ അള്ളാഹിൻ്റെ മക്കളും പ്രിയപ്പെട്ടവരുമാണ്. എന്നിട്ട് അതിൽ ചോദിക്കുകയാണ്, കുൽ, അവരോട് ചോദിക്കുക, ഫലിമ യുഅദ്ദിബുക്കും ബിദുനൂബിക്കും, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നതും അള്ളാഹ് നിങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നതും? നിങ്ങൾ ഭയങ്കര പുണ്യ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തെറ്റ് പറ്റുന്നതും അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നതും എന്ന് അള്ളാഹു പറയുന്നതിൻ്റെ കാരണം അത് വെച്ചുകൊണ്ടാണ് ഈ ആയത്ത് ഈ സൂറത്തിൻ്റെ ഇതിൽ പറയുന്നത് എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ആയത്ത് പ്രൂവ് ചെയ്യുന്നൊരു കാര്യം, ഞാൻ പറഞ്ഞു ഈ സൂറത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വഹിയാണ്. വഹി ആണ് മനുഷ്യന് നേർമാർഗം കാണിക്കാനുള്ള ഏറ്റവും പെർഫെക്റ്റ് വഴി എന്നുള്ളതാണ് സൂറ നജ്മ് തരുന്ന ഏറ്റവും വലിയ പാഠം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മനുഷ്യനായിട്ട് പരിഗണിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഇസ്ലാമും ഖുർആനാണ് എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണെന്ത്, ഒരു മനുഷ്യനോട് തെറ്റൊഴിവാക്കാൻ പറയുമ്പോഴും അവൻ്റെ വീഴ്ചകൾ പരിഗണിച്ചുകൊണ്ട് പറയുന്നു എന്നുള്ളത്. അപ്പം വഹി എത്രത്തോളം പെർഫെക്ഷൻ ഉള്ളതാണ് എന്നും കൂടി ഇത് തരുന്നു. ഇനി ഈ ആയത്തിൻ്റെ പ്രധാന വിഷയം എന്താണ്, ഇസ്ലാം പഠിപ്പിക്കുന്ന ധാർമ്മിക വ്യവസ്ഥ എന്ന് വെച്ചാൽ തെറ്റ് ശരി എന്നതിനെക്കുറിച്ച് ഈ ആയത്ത് പറയുന്ന കുറേ പാഠങ്ങൾ. അതാണ് നമ്മളെ പ്രധാനപ്പെട്ട പാഠം. 6 കൺസെപ്റ്റുകളാണ് ഈ ആയത്തിലുള്ളത്. ഒന്ന് ഇജ്തനിബാണ്. ഇജ്തനിബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കിയാൽ പോരാ. ഒഴിവാക്കാന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഒഴിവാക്കലല്ല, തെറ്റിൻ്റെ ആ പ്രോസസ്സ്, ആ എൻവയറമെൻറ്റിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മാറിയിക്കലാണ് ഇജ്തനിബാണ്. 2 കബായിറൽ ഇസ്മ് ആൻഡ് ഫവായിഷ്. കബായിറൽ ഇസ്മ്, ഫവായിഷ്, ഇതാണ് രണ്ടാമത്. 3 ഇസ്തിഗ്ഫാറാണ്. 3 ഇസ്തിഗ്ഫാർ, പടച്ചവൻ പിന്നെ എങ്ങനെ നമ്മളോട് പരിഗണിക്കും. 4 പടച്ചവൻ്റെ നോളജാണ്, അറിവ്, എത്രത്തോളമാണ് അവൻ അറിവുള്ളത് എന്നുള്ളതാണ്. 5 തസ്കിയത്താണ്, എന്ന് വെച്ചാൽ നമ്മളൊരു തിന്മ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വരുന്ന വളർച്ചയാണ് തസ്കിയത്ത്. 6 തഖ്വയാണ്. ഇത് വെച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന തിന്മയെക്കുറിച്ചുള്ള കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരാൾ നന്നാവാൻ വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റിനെ കുറിച്ച് പറയാം. നമ്മളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊറുക്കലും തിന്മയും നമ്മൾ ഭയങ്കര മോശം കാര്യമായിട്ടാണ് പലപ്പോഴും കാണുന്നത്. പലപ്പോഴും അല്ല, പൊതുവിലുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒരാൾ തെറ്റ് ചെയ്തു, തെറ്റിന് പാപമോചനം തേടി എന്ന് പറയുന്നത് തന്നെ നമുക്ക് എന്താണ്, ഒരു തരത്തിൽ അരോചകം. എന്ന് വെച്ചാൽ എന്തോ ഒരു മോശം കാര്യം പറയുന്ന കാര്യമാണ് ചെയ്യുക. നമ്മളൊരു നല്ല മനുഷ്യൻ അല്ലെങ്കിൽ മോശം പർസൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് നമ്മൾ മനുഷ്യരെ കാണുക. ഒന്നുകിൽ നല്ല മനുഷ്യൻ, എന്താണ്, ഒന്നും തിന്മയൊന്നും പറ്റാത്ത വളരെ നല്ല മനുഷ്യൻ, അല്ലെങ്കിൽ കുറേ തിന്മ ചെയ്യുന്ന ഒരു മോശം മനുഷ്യൻ. നിങ്ങൾ ഖുർആൻ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഖുർആൻ ഈ ആസ്പെക്റ്റിലേ അല്ല തിന്മയെക്കുറിച്ചും ഇസ്തിഗ്ഫാറിനെ കുറിച്ചും പറയുന്നത് എന്ന് കാണാൻ പറ്റും. അള്ളാഹു ഖുർആനിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൊക്കെ പറയുന്നത്, വീഴ്ചകൾ എന്ന് പറയുന്നത്, തിന്മകൾ എന്ന് പറയുന്നത് മനുഷ്യനായിരിക്കുമ്പം വളരെ സ്വാഭാവികമായിട്ട് അവന് നടക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നുള്ളതാണ്. ഇത് പറയുമ്പം എന്നാൽ പിന്നെ തിന്മയൊക്കെ ഭയങ്കര സംഭവമാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പം മൊത്തം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വായിക്കാം.
ഖുർആൻ തുടങ്ങുന്നത് തന്നെ ഒരു പ്രവാചകന്റെ വീഴ്ച പറഞ്ഞുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ആദം നബി അലൈഹി സ്വലാം വീഴ്ച സംഭവിച്ചു, പിന്നെ പൊറുക്കലിന് തേടി പുറത്തു കൊടുക്കപ്പെട്ടു എന്നതാണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ, അവന് സ്വാതന്ത്ര്യമുള്ള, ഇച്ഛകളുള്ള, ആഗ്രഹങ്ങളുള്ള, പിശാച് ചുറ്റുമുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് വീഴ്ചകളുള്ളതാണ്. ഖുർആനിൽ തിന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ വ്യഭിചാരവും കള്ളുകൂടിയും മാത്രമല്ല. ഇത് ആലോചിക്കുമ്പോഴാണ് നമുക്കിതിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അള്ളാന്റെ മാർഗത്തിൽ നിന്ന് വരുന്ന ഓരോ ചലനങ്ങളും, തിരിച്ചുള്ള പോക്കുകളും എന്താണ്? ഒരു തരത്തിൽ തിന്മയാണ്, വീഴ്ചയാണ്. അതുകൊണ്ടാണ് സിറാത്തൽ മുസ്തഖീം എന്നൊരു വഴിയും പിന്നെ വലാലത്താണ്, വഴി കേടുകളാണ്. എന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിൻ്റെ നമസ്കാരത്തിന് മുന്നിൽ നിന്നിട്ട് പടച്ചോനെ അല്ലാതെ വേറെ എന്തെങ്കിലും ആലോചിക്കുമ്പോൾ ഒരു തരത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് നമ്മൾ പോവുകയാണ്. നമ്മൾ കണ്ണുകൾ വേണ്ടാത്ത സ്ഥലത്തേക്ക് ചിലപ്പോൾ ഒന്ന് കണ്ണോടിക്കുന്നത് എന്താണ്? അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് പോവുകയാണ്. നമ്മൾ അശ്രദ്ധമാകുന്നത് എന്താണ്? അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് പോവുകയാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നത് അള്ളാഹിൻ്റെ മാർഗത്തിലേക്കുള്ള നിരന്തരം നമ്മളെ തിരിച്ചു പോക്കാണ് നമ്മളൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ ആ മാർഗത്തിൽ എല്ലാ ദിവസവും എല്ലാ മൊമെന്റിലും വീഴ്ചകൾ സംഭവിക്കാൻ സാധ്യതയുള്ളവരാണ് നമ്മൾ. എന്ന് വെച്ചാൽ തിന്മയെക്കുറിച്ചുള്ള ഖുർആന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതാണ്. ഇമാം ഗസാലി 3 ടൈപ്പ് സൃഷ്ടിപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ശുദ്ധമായ നന്മയോടുള്ള സമർപ്പണം. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി പ്യുവർ, ദൈവത്തോടും അടുപ്പമുള്ള മാലാഖമാരുടെ സ്വഭാവമാണ് അത്. മലക്കുകൾ അങ്ങനെയാണ്. മലക്കുകൾ എന്താ വെച്ചാൽ ഒരു തെറ്റും പറ്റൂല, വളരെ പെർഫെക്റ്റ് ആയിരിക്കും, പ്യൂരിഫൈഡ് ആയിട്ടുള്ള സാധനമായിരിക്കും. രണ്ടാമത്, തിരുത്തപ്പെടാത്ത തിന്മയോടുള്ള സമർപ്പണം. എന്ന് വെച്ചാൽ ഒരിക്കലും തിരുത്താത്ത തിന്മ മാത്രം ഇഷ്ടമുള്ളവർ, അത് പിശാചുക്കളുടെ സ്വഭാവമാണ്. അപ്പോൾ 2 വിഭാഗമായി. ഒന്ന് മലക്കുകളാണ്, കംപ്ലീറ്റ്ലി പ്യുവറാണ്. 2, ഒരിക്കലും പ്യുവറാകാത്ത നിരന്തരം തിന്മയിൽ നിൽക്കുന്നത് പിശാചിൻ്റെ സ്വഭാവമാണ്. മനുഷ്യനെ കുറിച്ച് ഇമാം ഗസാലി പറയുന്നത് തിന്മയിൽ ഇടറി വീണതിന് ശേഷം നന്മയിലേക്ക് മടങ്ങുന്നവനാണ് ആര്? യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മളെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തീരെ തെറ്റ് സംഭവിക്കാത്തവർ എന്നല്ല, തെറ്റിനെ റിയലൈസ് ചെയ്തിട്ട് തിരിച്ചു വരുന്നവനാണ് ആള് മനുഷ്യൻ. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ പോയ പ്രവാചകനാണ്. എന്തുകൊണ്ടാണ്? തെറ്റ് ചെയ്യാത്തത് കൊണ്ടല്ല, തെറ്റിനെ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ് ആദം നബി അലൈഹി സ്വലാമിൻ്റെ വിജയം എന്ന് പറയുന്നത്. തൗബ എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള തിരിച്ചു പോക്കാണെങ്കിൽ, തിന്മ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് ദൂരെ പോകലാണ്. തൗബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്? തിരിച്ചു പോകലാണ് തൗബ. അള്ളാഹു തൗവാബ എന്ന് പറഞ്ഞാൽ നമ്മളെ നേരെ തിരിയും എന്നാണ് പറയുന്നത്. നമ്മൾ തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ നേരേക്ക് തിരിയലാണ്. അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് തിരിയലാണ് എന്ത്? തിന്മ എന്ന് പറയുന്നത്. അപ്പോൾ തൗബ എന്ന് പറയുന്നത്, അപ്പോൾ തൗബ അള്ളാഹിൻ്റെ അടുത്തേക്ക് തിരിയലാണെങ്കിൽ തൗബൻ്റെ തുടക്കം എന്താണ്? ഇസ്തിഗ്ഫാറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന മൊമെന്റിലാണ് നമ്മൾ തൗബ അള്ളാഹിൻ്റെ അടുത്തേക്ക് തിരിയുന്നത്. ഇസ്തിഗ്ഫാറാണ് തൗബയുടെ തുടക്കം. എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഒരാൾ തെറ്റ് ചെയ്തു, തെറ്റ് ചെയ്തു, അയാൾക്ക് കുറ്റബോധം ഉണ്ടായി, അയാൾ ഇസ്തിഗ്ഫാർ ചെയ്തു, അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? തൗബ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്വ, ഈ ആയത്തിലുള്ള തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിനെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ കഴിവാണ് തഖ്വ. തെറ്റിനെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ കഴിവാണ് തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്തിഗ്ഫാറും തൗബയും എന്ന് പറയുന്നത് എല്ലാ നിമിഷവും നടക്കേണ്ടുന്ന ഒന്നാണ്. നമ്മൾ എന്തോ വലിയ പാപം ചെയ്തിട്ട് നടക്കേണ്ട സാധനമല്ല, എല്ലാ നിമിഷവും നടക്കേണ്ട സംഭവമാണ്. ഇതിന് 2 ഉദാഹരണം ഞാൻ പറയാം. ഒന്ന്, നമ്മൾ നമസ്കാരം എന്ന പുണ്യപ്രവർത്തനം ചെയ്തതിന് ശേഷം ആദ്യം പറയുന്നത് എന്താണ്? അസ്തഗ്ഫിറുല്ലാ എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ വലിയ തിന്മകൾ ചെയ്തത് കൊണ്ടല്ല, ആ നമസ്കാരം നിർവഹിച്ചതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഞാൻ എന്തോ കംപ്ലീറ്റ് ആയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അസ്തഗ്ഫിറുല്ലാ. രണ്ടാമത്തെ ഒരു സാധനം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിങ്ങൾ അത്രയും വർഷം പരിശ്രമിച്ചിട്ട് ഒരു വിജയം നേടുകയാണ്. ഒരു വിജയമല്ല, വലിയ വിജയം നേടുകയാണ്. അവരോട് അള്ളാഹ് പറയുന്നത് എന്താണ്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു എന്നാണ്. അള്ളാഹ്ക്ക് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ, അള്ളാഹ്ക്ക് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവല്ല, പടച്ചോൻ്റെ കഴിവാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അള്ളാഹ്ക്ക് സമ്മതിച്ചു കൊടുക്കുക. എന്തിനാ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്? എവിടെയെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ കാരണമാണ് ആ വിജയം എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? ആ ഇതാക്കുക. എന്ന് വെച്ചാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് നമ്മൾ തെറ്റ് ചെയ്ത് എന്ന് ഉറപ്പുണ്ടാവുമ്പോൾ മാത്രം പറയേണ്ട സാധനമല്ല, നമുക്ക് തെറ്റ് പറ്റിപ്പോകാൻ സാധ്യതയുണ്ടോ എന്ന അലേർട്ട്നെസ്സിൽ നിന്നും നമ്മൾ നിരന്തരം പറയുന്ന സാധനമാണ്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം സൂക്ഷ്മമായിട്ട് ജീവിക്കുന്ന ഒരാൾ നമുക്ക് ചരിത്രത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ അത്രയും സൂക്ഷ്മമായിട്ട് തഹജ്ജുദ് നമസ്കരിച്ച് അത്രയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നത് അള്ളാഹു ആണ് സത്യം, പടച്ചോനാണ് സത്യം. ഒരു ദിവസം 70-ലധികം തവണ ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുകയും അവനോട് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകനില്ലാത്ത തസ്കിയത്തി ബോധം നമുക്ക് ഉണ്ടാവരുത്. നമ്മൾ ഭയങ്കര, അതുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞത് ഫലാ തുസക്കു അൻഫുസക്കും. നമ്മൾ എന്തുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ പറയാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് നമ്മൾ ഇസ്തിഗ്ഫാർ പറയാത്തത്? എവിടെയോ മനസ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? നമ്മൾ ഓക്കെയാണ് എന്ന ബോധമുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും കള്ളുപിടിക്കണമൊന്നും ഇല്ലല്ലോ, നമ്മൾ സംഭവം ഓക്കെയാണ്, നിസ്കരിക്കുന്നുണ്ട്, 5 നേരമൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്, തട്ടയിടുന്നുണ്ട്, വൻ സംഭവം നമ്മളിങ്ങനെ ഒരു ഓക്കെയാണ്. ഓക്കെ അല്ല, ഓക്കെ ആണോ എന്ന് ചിന്ത വരുന്നിടത്താണ് അല്ലാഹ് അസ്തഗ്ഫിറുല്ലാ എന്ന വിനയം വരുന്നത്. മറ്റേതൊക്കെ എന്താണ്? വല്ലാത്തൊരു തസ്കിയത്തി ബോധമാണ്. അല്ലാഹ് അത് പൊളിക്കുകയാണ്. എന്ത്? ഫലാ തുസക്കു അൻഫുസക്കും എന്നുള്ളത്. സൂറ ആൽ ഇംറാനിൽ 147-ാമത്തെ ആയത്തിൽ വിശ്വാസികൾ യുദ്ധരംഗത്താണ്. നിങ്ങൾ ഈ പ്രാർത്ഥനയൊക്കെ നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ അള്ളാഹ് എന്താ പറയുന്നതെന്ന് മനസ്സിലാവുള്ളൂ. യുദ്ധരംഗമാണ്. അള്ളാഹ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ നിൽക്കുകയാണ്. അള്ളാഹിനോട് സഹായം ചോദിക്കുകയാണ്. ആ സഹായം ഇങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും ഈ ചോദ്യം ഇങ്ങനെയല്ല സഹായം ചോദിക്കുക. നിങ്ങൾ നോക്കുക, റബ്ബന അഗ്ഫിർ ലനാ ദുനൂബന. ഫസ്റ്റ് ചോദിക്കുന്നത് എന്താണ്? പടച്ചവനെ നമ്മളെ തെറ്റുകൾ പുറത്തു തരണം. ആരാ ചോദിക്കുന്നത്? ഏതോ വ്യഭിചാരശാലയിൽ നിന്ന് ഇറങ്ങി വരുന്നവരല്ല, അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. റബ്ബന അഗ്ഫിർ ലനാ ദുനൂബന, പടച്ചോനെ നമ്മളെ തെറ്റുകൾ പുറത്തു തരണേ. വ ഇസ്റാഫന ഫി അംരിന, എന്തെങ്കിലും അതിര് കവിച്ചുകൾ വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ. വ സബ്ബിത് അഖ്ദാമന, പിന്നെ പറയുന്നത് എന്ത്? നമ്മുടെ കാലുകളെ ഉറപ്പിച്ച് നിർത്തേരണേ. വൻസുർന, സഹായിക്കണേ. എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്ത് ക്ലീനാക്കിയതിന് ശേഷമാണ് കാലുകളെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ കുറവുകൾ വരുമ്പം, വിഷമങ്ങൾ വരുമ്പോൾ, സഹായത്തിന് വേണ്ടി ചോദിക്കുമ്പം ഒരു വല്ലാത്ത ഓവർ കോൺഫിഡൻസിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നതിനപ്പുറം ഞാൻ എന്തെങ്കിലും പടച്ചവനെ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്ന അലേർട്ട്നെസ് ആണ് നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഖുറാനിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ബനു ഇസ്രായേൽ മൂസാ നബി അലൈഹി സ്വലാം പോയപ്പം എന്താ ചെയ്ത? ഒരു പരിപാടി ഒപ്പിച്ചത്. എന്താ പരിപാടി ഒപ്പിച്ചത്? ഒരു പശുക്കിടാവിനെ ഇതാക്കി. അപ്പം ആരാണ് തെറ്റുകാർ? മൂസാ നബിയാണോ പിന്നെ ഇവരാണോ? അവരാണ്. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിൻ്റെ അടുത്ത് തിരിച്ചു വന്നു. എന്നിട്ട് ഇത് കണ്ടിട്ട് ആകെക്കൂടെ വിഷമിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: ഖാല റബ്ബി അഗ്ഫിർലി വാഹി, റബ്ബി അഗ്ഫിർലി വലി അഹി, എനിക്കും എൻ്റെ സഹോദരനും നീ പുറത്തു തരണേ നാഥ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആ കേസിലെ പ്രതിയല്ല ആര്? മൂസാ നബി അലൈഹി സ്വലാം. പക്ഷെ അത് കോൺഷ്യസ്നെസ് ആണ്. എന്തെങ്കിലും എൻ്റെ ഉത്തരവാദിത്തത്തിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? നമ്മുടെ പ്രശ്നം നമ്മൾ ആദ്യം തെറ്റ് കണ്ടെത്തുന്ന ആരുടെന്നാണ്? അവൻ്റേതാകാനാണ് സാധ്യത കൂടുതൽ. ഞാൻ അങ്ങനെ ആകാൻ ചാൻസ് ഇല്ല എന്നാണ്. പ്രവാചകന്മാർ എൻ്റേതാകാനാണ് സാധ്യത കൂടുതൽ, ഞാൻ കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പം അവൻ്റേതുമാകാം എന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇതൊക്കെ ഈ ആയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ലെവലിലെത്താൻ കഴിയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹ്ക്ക് വേണ്ടി സ്വന്തം ഭാര്യയെയും കുട്ടിയെയും ഒരു മരുഭൂമിയിൽ ഒഴിവാക്കിയെന്ന് വെച്ചാൽ അവിടെ അള്ളാഹിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ വിട്ടിട്ട് പോകുമ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന ഉണ്ട് സീരീസ് ആയിട്ട് സൂറ ഇബ്രാഹിമിൽ. അതിൽ ഒരു പ്രാർത്ഥനൻ്റെ ഭാഗം ഇതാണ്: റബ്ബന അഗ്ഫിർലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീൻ, പടച്ചവനെ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു തരണം. അവിടെ എന്ത് പ്രശ്നമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തത്? ഖുർആൻ പഠിപ്പിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു ഓവർ കോൺഫിഡൻസിൽ, ഒരു വല്ലാത്ത തസ്കിയത്തി, വിശുദ്ധ ബോധത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ജീവിക്കരുത്. അതേസമയം ഈ ആയത്ത് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ വശം, അള്ളാഹുവിനോട് തീരെ കോൺഫിഡൻസും പ്രതീക്ഷയും ഇല്ലാത്തൊരു ജീവിതവും നമ്മൾ എന്ത് ചെയ്യരുത്? ജീവിക്കരുത്. അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ അള്ളാഹ് പറയുന്നത് ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ എന്നാണ്. നമ്മൾ എത്രയൊക്കെ വീഴ്ച വന്ന് അള്ളാഹിൻ്റെ അടുത്ത് പോയാലും പടച്ചോൻ നമ്മളെ കാത്തു നിൽക്കും. നമ്മൾ തിരിയുന്ന വഴിയിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമോ എന്ന പ്രതീക്ഷയിൽ അള്ളാഹ് അവൻ്റെ കയ്യും നീട്ടിയിട്ട് നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പടച്ചവനാണ്. എന്ന് വെച്ചാൽ ഈ രണ്ടിൻ്റെ ഇടയിലാണ് അള്ളാഹിനോടുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സൂഫി ഇതുണ്ട്. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള വർത്താനത്തിൽ ഏറ്റവും സുന്ദരമായ വർത്താനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹ് പറയുന്നു നിനക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാം ഉണ്ടാക്കിയത്,
അപ്പോൾ സൃഷ്ടി പറയും നിനക്ക് വേണ്ടി ഞാൻ എല്ലാം ഒഴിവാക്കുന്നു നാഥ എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹ് എല്ലാം പുറത്തു തരും എന്ന പ്രതീക്ഷ ഉണ്ടാവുമ്പോഴും ഞാനെന്തോ പുറത്തു തരാൻ മാത്രം എന്നിൽ കുറവ് വന്നിട്ടുണ്ടോ എന്ന വിനയത്തോടെയാണ് എന്ത് ചെയ്യേണ്ടത്, അള്ളാഹിനെ ഇതാക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അള്ളാഹ് ഇത് പറയുന്നതിൻ്റെ കാരണം പ്രതീക്ഷയില്ലാതാവുമ്പോൾ മനുഷ്യൻ കുഫറിലേക്ക് പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ പിന്നെ ഒരാൾ അങ്ങേയറ്റം കുറ്റം ചെയ്തു, റേപ്പും എല്ലാം ചെയ്തിട്ട് ഒരു നിമിഷത്തിൽ അയാൾക്ക് നന്നാവണം തോന്നുകയാണ്. ആ നിമിഷത്തിൽ ഞാൻ ഇത്രയും കാലം തെറ്റ് ചെയ്തിട്ട് ഈ വയസ്സായ സമയത്ത് ഞാൻ തിരിച്ചു പോയാൽ എന്നെ സൃഷ്ടാവ് സ്വീകരിക്കുമോ എന്ന സംശയം അയാൾക്ക് കുടുങ്ങി അയാൾക്ക് ഇങ്ങനെ നന്നാകാൻ കഴിയുക. അള്ളാഹ് ഖുർആനിൽ പറയുന്നത്, ഈ ആയത്തൊക്കെ നിങ്ങൾ നോക്കി നോക്കാം, കുൽ യാ ഇബാദിയല്ലദീന അസ്റഫു, അതിര് കടന്നുപോയ എൻ്റെ ദാസന്മാരെ, അല അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, നിങ്ങൾ ഒരിക്കലും പടച്ചവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, പടച്ചവൻ എന്ത് ചെയ്യും, എല്ലാ തെറ്റുകളെയും പുറത്തു തരും. അപ്പോൾ ഇതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് രണ്ടിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇസ്ലാം ഇതാക്കേണ്ടത്. ഇനി ഈ ആയത്തിൽ പറഞ്ഞ മറ്റൊരു കൺസെപ്റ്റ് തസ്കിയത്താണ്. തസ്കിയത്ത് എന്താണെന്ന് മനസ്സിലായാൽ എന്തിനാണ് പടച്ചവൻ ലോകത്ത് തിന്മയെ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാവും. തസ്കിയത്ത് എന്താണെന്ന് മനസ്സിലാൻ ഗൾഫിൽ ജീവിക്കുമ്പോൾ വളരെ സുഖമാണ്. സംസ്കരിക്കുക എന്ന് പറഞ്ഞതാണ്, ഈ ക്രൂഡ് ഓയിൽ എങ്ങനെ സംസ്കരിക്കുക, ക്രൂഡ് ഓയിൽ കത്തിക്കുകയാണ് ചെയ്യുക. കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക, അതിൻ്റെ നല്ല സാധനങ്ങൾ മുകൾക്ക് പോവും, കുറച്ചും കൂടി എന്തായും മോശം കാര്യങ്ങൾ താഴത്തേക്ക് സെറ്റിലാവും. വികാസം വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു വിയർക്കൽ സംഭവിക്കണം. എന്ത് ചെയ്യണം, ഒരു വിയർക്കൽ സംഭവിക്കാതെ ഒരു പ്രയത്നമില്ലാതെ ഒരാൾക്ക് എന്ത് ചെയ്യണം, ഒരാൾ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ അയാൾക്ക് വികസിക്കാൻ കഴിയില്ല. ഖുർആൻ പറയുന്നത് വനഫ്സിം വമാ സവ്വാഹ, അള്ളാഹു ആണ് എന്ത് ചെയ്തത്, ആത്മാവിനെ ഉണ്ടാക്കിയത്. ഫഅൽഹമഹ ഫുജൂറഹ ഫതഖ്വാഹ, ആരാ ഇട്ടത്, അള്ളയാണ് നമ്മുടെ ഉള്ളിൽ ഫുജൂറിനുള്ള സാധ്യതയും തഖ്വയുടെ സാധ്യതയും ഇട്ടു. ഫുജൂർ എന്ന് പറഞ്ഞാൽ എന്താണ്, തിന്മ അതിര് കവിച്ചതിനുള്ള സാധ്യതയും അതിര് പിടിച്ചു നിൽക്കാനുള്ള സാധ്യതയും അള്ളയാണ് ഇട്ടത്. ഖദ് അഫ്ലഹമൻ സക്കാഹ, ആരെ വിജയിക്കുള്ളൂ, തസ്കിയത്ത് സംഭവിച്ചവനെ വിജയിക്കുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളയാണ് തിന്മക്കുള്ള നമ്മുടെ പ്രലോഭനം, നമ്മുടെ ഒരു സാധ്യത ഉണ്ടാക്കിയത് പടച്ചവനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, തിന്മ മുന്നിൽ കണ്ടിട്ട് അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ വിയർക്കുമ്പോഴാണ് നമ്മളിൽ എന്ത് ചെയ്യുള്ളൂ, സംസ്കരണം സംഭവിക്കുള്ളൂ. ഒരു പള്ളിൻ്റെ ഉള്ളിൽ എല്ലാ ദിക്കറും ചൊല്ലിയിട്ട് 19 വർഷം ജീവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാവില്ല, നമ്മൾ വികസിക്കില്ല. റോട്ടിലിറങ്ങിയിട്ട് കാണാൻ പറ്റാത്തത് മുന്നിലുണ്ടായിട്ട് കാണാതെ കണ്ണുകൾ താഴ്ത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തഖ്വ ടെസ്റ്റ് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോവുക. ഇത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നമുക്ക് എപ്പോഴാണ് ഈമാൻ കൂടുക, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു സുബ്ഹി നല്ല തണുപ്പിൽ, ഇപ്പോൾ നല്ല തണുപ്പാണ്, ഈ തണുപ്പിൽ രാവിലെ എണീറ്റിട്ട് നല്ല കുട്ടികളായിട്ട് പിന്നെ ഒതുവൊക്കെ എടുത്തിട്ട് അവൽ ജമാഅത്തിന് മുന്നിൽ പോയി നിന്നിട്ട് വന്ന് നോക്കുക, നമ്മൾ എന്തോ ഒരു മറികടക്കൽ സംഭവിക്കുമ്പം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ് തസ്കിയത്ത് എന്ന് പറയുന്നത്. അപ്പം തിന്മ എന്ന് പറയുന്നത് അള്ളാഹു സൃഷ്ടിച്ചതാണ്, ഫുജൂർ അള്ളാഹ് സൃഷ്ടിച്ചതാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ സംസ്കരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഈ മറികടക്കൽ സംഭവിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു മൊമെൻറ്റ്, ഒരു സന്ദർഭം വരുമ്പം 2 പോസിബിലിറ്റീസ് ഉണ്ട്. എല്ലാ മൊമെൻറ്റും പരീക്ഷണമാണ്. എന്താ പരീക്ഷിക്കുന്നത്, നമ്മൾ നന്മ ചെയ്യുമോ തിന്മ ചെയ്യുമോ എന്നുള്ളതാണ് നമ്മളെ ലോകത്തിലുടനീളം പരീക്ഷിക്കുന്നത്. ആ പരീക്ഷണത്തിൽ നമുക്ക് തിന്മ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക. ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ തസ്കിയത്ത് സംഭവിക്കും, നമ്മൾ തൗബ അള്ളാഹുവിലേക്ക് തിരിയും. രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണ്, ഒരു പരീക്ഷണം വന്നു, നമ്മൾ തിന്മ ചെയ്തില്ല, തഖ്വ കൊണ്ട് പിടിച്ചു നിന്നു, അപ്പോഴും എന്താ സംഭവിക്കുക, തസ്കിയത്ത് സംഭവിക്കും, നമ്മൾ തൗബ അള്ളാഹുവിലേക്ക് തിരിയും എന്നുള്ളതാണ്. ഇതാണ് ഈ തിന്മയെക്കുറിച്ചുള്ള അള്ളാഹു ഖുർആനിൽ പഠിപ്പിക്കുന്ന ഈ കൺസെപ്റ്റുകൾ വെച്ചുകൊണ്ടുള്ള. ഇനി നമ്മൾ ആയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹു ഇവിടെ പറയുന്നത് എജ്തനിബൂന എന്നാണ്. എജ്തനിബൂന, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതല്ല, തിന്മയിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളതല്ല, തിന്മയുടെ സാഹചര്യത്തിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കുന്നതാണ് എന്ത്, എജ്തനിബൂന എന്ന് പറയുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ആ കാര്യം തന്നെ നമ്മുടെ വഴിയിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കണം. ഇനി ലമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ വന്നു പോകുന്ന വീഴ്ചകളാണ് സ്വാഭാവികമായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ധാർമ്മികമായി ജീവിക്കാൻ തീരുമാനിച്ചാൽ വരുന്ന ഫ്രിക്ഷനാണ് ലമം എന്ന് വെച്ചാൽ നമ്മൾ ആ അതിരുകളിൽ നിന്നും മാറി നിൽക്കാൻ നോക്കുമ്പം ഇടയ്ക്ക് നമ്മളെ കുപ്പായം ഒന്ന് കുടുങ്ങി പോകുന്നതാണ് എന്ത്, ലമം എന്ന് പറയുന്നത്. ആ വീഴ്ചകളാണ് ലമമിനെ കുറിച്ച് പറയുമ്പം ഓക്കെ, വീഴ്ചകൾ അള്ളാഹു ഓക്കെയാണ് എന്ന് കൺസിഡർ ചെയ്യും എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യമുണ്ട്. അതിലൊന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലമമായിരിക്കണം എന്നുള്ളതാണ്.
ലമമായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നടക്കുന്ന വീഴ്ചകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി അതിൽ നിങ്ങൾക്ക് നമ്മളൊന്ന് കുതിര കളിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത് ഹുവ അഅലമു ബിക്കും, അള്ളാഹ്ക്ക് എന്ത് ചെയ്യാം, നമ്മളെ കംപ്ലീറ്റ്ലി അറിയാം. നമ്മൾ ലമമാണോ കബായിറൽ ഇസ്മാണോ ചെയ്യുന്നത് എന്ന് അള്ളാഹ്ക്ക് ക്ലിയർ ആയിട്ട് അറിയാം എന്ന് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല, ലമം എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല, എന്തെങ്കിലും നിരന്തരം തെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഇത് പഠിപ്പിക്കുന്ന സൂറ നിസായിലെ ആയത്ത്, ഈ ആയത്ത് നോക്കി നോക്കുക. ഇന്നമ തൗബത്തു അലല്ലാഹി, ആർക്കാണ് തൗബ ഉള്ളത്? അല്ലദീന യഅമലൂന സൂ, ഒരാൾ തിന്മ ചെയ്തു, ബി ജഹാലത്തിൻ, അറിവില്ലാതെ, സുമ്മ യതൂബൂന മിൻ ഖരീബ്, പിന്നെ അടുത്ത് തന്നെ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നു. ഇത്തരം ആൾക്കാർക്കാണ് എന്തുള്ളത്, തൗബ ഉള്ളത്. അല്ലാതെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഹജ്ജ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ലമമിനെ കുറിച്ച് അള്ളാഹ് പറയുന്നത് തൗബ ആർക്കാണ്? അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്തു എന്നിട്ട് അപ്പം തന്നെ ഇതാക്കി. ഇനി 3 സ്റ്റെപ്പ് ഇതും കൂടെ പറഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഇസ്തിഗ്ഫാറും തൗബയെ കുറിച്ച് 3 സ്റ്റെപ്പുകൾ വളരെ പ്രധാനമാണ്. അതിലൊന്ന് അറിവാണ്. ഒരു സാധനം തെറ്റാണ് എന്നറിയലാണ് തെറ്റ്. പിന്നെ തൗബയുടെ ആദ്യത്തെ സ്റ്റെപ്പ് തെറ്റാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ തെറ്റാണ് എന്ന് തിരിച്ചറിവ്. ചില ആൾക്കാർ നിങ്ങൾ നോക്കിയാൽ വളരെ നമുക്ക് തന്നെ മനസ്സിലാവും ഇയാൾ തെറ്റാണ് പറയുന്നത് എന്നുള്ളത്, പക്ഷെ അയാൾക്ക് മനസ്സിലാവില്ല എന്ത് അത് തെറ്റാണ് എന്നുള്ളത്. ഇത് ദുരന്തമാണ്. അപ്പൊ തെറ്റാണ് എന്ന് തിരിച്ചറിയലാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. സൂറ കഹ്ഫിൽ പറയുന്നുണ്ട് 104-ാമത്തെ ആയത്തില്, കുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, ഏറ്റവും വലിയ നഷ്ടക്കാരെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്, അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനവും എന്തായിപ്പോയി, പാഴായിപ്പോയി. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, പക്ഷെ അവർ കരുതിയത് എന്താണ്, ഇതെല്ലാം നല്ല പ്രവർത്തനങ്ങളാണ് എന്നുള്ളത്. അപ്പം തൗബയുടെ ഇസ്തിഗ്ഫാറിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് തെറ്റാണ് എന്നറിയലാണ്. രണ്ടാമത് കുറ്റബോധമാണ്. കുറ്റബോധം എന്ന് പറയുന്നത് ആർക്കെങ്കിലും നമ്മൾ മനസ്സിലുണ്ടാക്കി തരാൻ പറ്റില്ല. കുറ്റബോധം എന്ന് പറഞ്ഞാൽ ഒരു നീറ്റലാണ്. ഞാൻ തെറ്റ് ചെയ്തു എന്ന ആത്മാർത്ഥമായി നമ്മൾ ഉള്ളിൽ നീറുമ്പം ആരും പറയാതെ തന്നെ സുജൂദിൽ വീണുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് തൗബ ചെയ്യും. കുറ്റബോധം ഫീൽ ചെയ്യണം. ഇത് കുറ്റബോധം എന്താണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറ തൗബ. നമുക്കറിയാം കഅബ് ഇബ്നു മാലിക് അടക്കം 3 പേര് പിന്നെ തബൂക്ക് യുദ്ധത്തിന് പോകാതെ മാറി നിന്നിട്ട് അവരെന്ത് ചെയ്തു, അള്ളാഹു സഹാബത്തൊക്കെ മാറ്റി നിർത്തിയ സന്ദർഭത്തിൽ അവരോട് അള്ളാഹു പുറത്തു കൊടുക്കുന്ന സന്ദർഭത്തിന് മുന്നേ പറയുന്നത് അവരെ കുറ്റബോധത്തിനെ കുറിച്ച് ഹത്താ ഇദാ വാഖത്ത് അലൈഹിമുൽ അർളു ബിമാ റഹബത് എന്നാണ്. അവർക്ക് ഭൂമി വിശാലമായിട്ട് കൂടി അത് കുടുസായി തോന്നി എന്നാണ്. അപ്പോൾ ആത്മാർത്ഥമായ കുറ്റബോധമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത് പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് പ്രവർത്തിക്കേണ്ടത്? ഒന്ന്, ഇജ്തനിബു, ആ തിന്മയിൽ നിന്നും കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, മാറി നിൽക്കുക. 2, ഒരു നന്മ ചെയ്യുക. ഏത് നന്മയും, ഒരു തിന്മയെ നന്മ കൊണ്ട് പിന്തുടരുക. അപ്പോൾ അതെന്ത് ചെയ്യും, തിന്മയെ മായ്ച്ചു കളയും. 3, നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പറ്റുമെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ തിന്മക്ക് എന്തെങ്കിലും രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് 3 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അവസാനമായിട്ട് പറയാനുള്ളത് ഫലാ തുസക്കു അൻഫുസക്കും എന്നുള്ളതാണ്. നമുക്ക് സേഫായിട്ടുള്ള പൊസിഷൻ ഇസ്ലാമിൽ, സ്വർഗം കിട്ടാൻ പരലോകം കിട്ടാൻ ഏറ്റവും സേഫായിട്ടുള്ള പൊസിഷൻ ഉമർ റളിയല്ലാഹുവിൻ്റെ മാനസികാവസ്ഥയാണ്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഞാൻ ചെയ്തത് കുറവ് ആയിപ്പോയോ, എന്തെങ്കിലും എന്നിൽ തെറ്റ് പറ്റിപ്പോയോ എന്ന അലേർട്ട്നെസ്സാണ് ഞാൻ വിശുദ്ധനാണ് എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ല. പഠിച്ചവൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് വന്ന തെറ്റുകളെ തിരിച്ചറിയാനുള്ളൊരു ബോധം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. തെറ്റുകളെ എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് തിരിച്ചു പോകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ പഠിച്ചവൻ നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. അവൻ്റെ വിശാലമായ മഗ്ഫിറത്തിൻ്റെ ഭാഗമാകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. ഏതെങ്കിലും രീതിയിൽ നാം സ്വയം വിശുദ്ധരാണ് എന്ന തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ മാറ്റി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു